ലീഗ് വാങ്ങിയ കല്ലങ്കോട് മൊയ്തുവിന്റെ ഭൂമിക്ക് നിലവിൽ കേസുണ്ടെന്ന് വില്ലേജ് ഓഫീസർ. ലാൻഡ് ബോർഡിന് അയച്ച റിപ്പോർട്ടിന്റെ രേഖകൾ കൈരളി ന്യൂസിന് ലഭിച്ചു. ലാൻഡ് ബോർഡിൽ രേഖകൾ ഹാജരാക്കാൻ 10 ദിവസം അവധി ഉടമകൾ ആവശ്യപ്പെട്ടു. വിൽപ്പന നടത്തിയ ഭൂമി മൊത്തം ഭൂമിയുടെ ഏറ്റവും അരക്ഷിതമായ ഭാഗത്താണ്. പുന്നപ്പുഴയുടെ ദുരന്തം പേറി എത്തുന്നവരെ പുനരധിവസിപ്പിക്കുന്നത് മറ്റൊരു മലവെള്ളം കയറുന്ന തോടൊഴുകുന്ന കരയിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ഭവന പദ്ധതിക്കായി കല്ലങ്കോട് മൊയ്തു വിറ്റ 3 ഏക്കർ ഭൂമിയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇതിന്റെ ബാക്കി ഭാഗമാണ് എന്റെ പിന്നിൽ കാണുന്നത്. അത് നിറയെ കാപ്പിത്തോട്ടമാണ്. ഇനി തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസർ കണിയാമ്പറ്റ സോണൽ ബോർഡ് ഓഫീസർക്ക് അയച്ച റിപ്പോർട്ടിന്റെ കോപ്പി കാണാം. റീസർവേ 166-ൽപ്പെട്ട 3.2166 ഹെക്ടർ ഭൂമിയിലെ 3 ഏക്കറോളം സ്ഥലത്തെ കാപ്പിച്ചെടികളും മരങ്ങളും പിഴുതുമാറ്റിയതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് അയച്ചിരിക്കുന്നത്. ഈ ഭൂമിയാണ് കല്ലങ്കോട് മൊയ്തു ലീഗിന് വിറ്റിരിക്കുന്നത്. ഈ തൃക്കൈപ്പറ്റ വില്ലേജിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകളെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കുറച്ച് കാലങ്ങളായിട്ടൊരു 10-40 ഏക്കറോളം ഭൂമിയുടെ കച്ചവടം നടക്കുന്നുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ വർഷകാലമായി കഴിഞ്ഞാൽ വെള്ളം കയറുന്നൊരു പ്രദേശമാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടം കാണാം. അദ്ദേഹം അത് നല്ലൊരു മനസ്സോട് കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ ഇതിൻ്റെ അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അങ്ങേയറ്റത്തു നിന്നാണല്ലോ കൊടുക്കുക. ഈ പ്രദേശം കഴിഞ്ഞ വർഷക്കാലത്ത് വെള്ളം കയറിയ ഒരു പ്രദേശമാണ്. ഈ പുഴയിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് താഴെ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം മാറ്റി പാർപ്പിച്ചാണ്, ക്യാമ്പിലേക്ക് ആക്കിയതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇതിനെ വിനിയോഗിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ നിയമപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെന്നും ഇത് പ്ലാന്റേഷൻ ആക്റ്റിൽ പെടുന്ന ഭൂമിയാണെന്നും ഇതിങ്ങനെ മുറിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും ഇവിടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നിർമ്മിതികൾ നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഭൂമിക്ക് മൊയ്തുവിൻ്റെ പേരിൽ താലൂക്ക് ലാൻഡ് ബോർഡിൽ കേസുണ്ടെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം കല്ലങ്കോടൻ മൊയ്തു വിറ്റ ഭൂമി കാണണം. വെള്ളം കയറുന്ന പ്രദേശം, ഒരു ഭാഗം കുത്തിയൊഴുകുന്ന പുഴ. തൃക്കൈപ്പറ്റയിൽ കല്ലങ്കോടൻ മൊയ്തു ലീഗിന് വിറ്റ 3 ഏക്കർ ഭൂമിയുടെ ഒരതിർത്തി തോടൊഴുകുകയാണ്. ഈ ഭൂമിയാണ് പൊന്നും വില കൊടുത്ത് ലീഗ് വിലക്ക് വാങ്ങിയത്. നിലവിലുള്ള ഭൂമിയിലെ ഏറ്റവും മോശമായ സ്ഥലമാണ് 1.20 ലക്ഷം രൂപ സെന്റിന് വാങ്ങി കല്ലങ്കോട് മൊയ്തു ദുരന്തബാധിതർക്ക് വിറ്റത്. പുന്നപ്പുഴയുടെ തീരത്ത് നിന്നും അതിജീവിച്ച് എത്തിയവരെ പുനരധിവസിപ്പിക്കാനായി കല്ലങ്കോടൻ മൊയ്തുവിൻ്റെ കയ്യിൽ നിന്നും ലീഗ് വാങ്ങിയ ഭൂമിയുടെ അതിർത്തിയാണിത്. ഈ പുഴ നാളെ കരകവിഞ്ഞൊഴുകിയാൽ അപ്പുറത്തെ മലവെള്ളം കുത്തിയൊലിച്ചു വന്നാൽ ഇവർക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? തൃക്കൈപ്പറ്റയിൽ നിന്നും PV ജോഷില.